ഏത് ഭൂഖണ്ഡത്തിലെ രാജ്യമാണ് സിംഗപ്പൂർ? ഓപ്ഷൻ എ ഏഷ്യ, ഓപ്ഷൻ ബി ഓസ്ട്രേലിയ, ഓപ്ഷൻ സി ആഫ്രിക്ക, ഓപ്ഷൻ ഡി യൂറോപ്പ്, ഓപ്ഷൻ ഇ തെക്കേ അമേരിക്ക. പിടിവള്ളി എവരെ പിടിവള്ളി എടുക്കാം അല്ലേ? അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് ഒരു ഏഷ്യ ഉറപ്പിക്കാമോ? ഏഷ്യ ഏറ്റെടുക്കുന്നോ? ഏഷ്യ ഏറ്റെടുക്കുന്നു സാർ. ഏറ്റെടുക്കുന്നു. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്കത് പൂട്ടാം. സാർ പൂട്ടി, ഏഷ്യ പൂട്ടി. ഇവര് നല്ല നിലയിൽ എത്തിക്കുമെന്നാ തോന്നുന്നു. ശരിയാ, അവരിൽ വിശ്വാസമുണ്ടോ? അവരിൽ വിശ്വാസമുണ്ട് സാർ. ആ ചേട്ടാ എങ്ങനെയുണ്ട്? ഇന്ന് കണ്ട ചേട്ടൻ, ഇവിടെ വെച്ച് കണ്ട ചേട്ടൻ എങ്ങനെയുണ്ട്? ആള് അടിപൊളിയാണ്. അടിപൊളിയാണ്. നമ്മുടെ പോലീസ് ചേട്ടനോ? പോലീസ് ചേട്ടൻ എന്നെ അടിപൊളിയാണ്, നല്ലൊരു നിലയിൽ എത്തിക്കാൻ വേണ്ടിട്ട് പരിശ്രമിക്കുന്നു. നമ്മുടെ ഓട്ടോ ചേട്ടനോ? ഓട്ടോ ചേട്ടനും എന്നെ നല്ല രീതിയിൽ എത്തണം, വലിയ നിലയിൽ എത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. ആ ചേട്ടനും ആ ചേട്ടന്റെ രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോ നമുക്കറിയേണ്ടത് ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ തന്നെയാണോ സിംഗപ്പൂർ എന്നാണ്. താങ്കൾ പറഞ്ഞ ഉത്തരം വിനയ്, താങ്കൾ പറഞ്ഞ ഉത്തരം പറഞ്ഞു തൊലക്കടേ, എന്നോട് തന്നെ ഞാൻ പറയാ. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ഓപ്ഷൻ എ ഏഷ്യൻ ഭൂഖണ്ഡത്തിലാണ് സിംഗപ്പൂർ. താങ്ക് യു. അപ്പൊ 80,000 രൂപ കീശയിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ ലക്ഷത്തിന്റെ കളിയിലേക്ക് നമ്മൾ കയറുകയാണ്. ജാഗ്രതയായിട്ടിരിക്കുക. 1 ലക്ഷം രൂപയുടെ കളിയിലേക്കാ പോകുന്നത്. 1 ലക്ഷം വരെ കളിക്കാൻ ഉള്ള ആംബിയർ ഉണ്ടല്ലോ, റെഡിയല്ലേ? പിന്നെ അപ്പൊ ഇനി ആ പിടിവള്ളി പോയി, ഇവിടുത്തെ 2 പിടിവള്ളി പോയില്ലേ? രണ്ടും പോയി. ഇനിയിപ്പോ പിടിവള്ളി ഒന്നുമില്ല. ഇനിയാണ് യഥാർത്ഥത്തിൽ ഒറ്റയ്ക്കുള്ള പോരാട്ടം. ഇതുവരെ പോരാടിയത് ഒറ്റയ്ക്കല്ലായിരുന്നല്ലോ, അതുപോലെ ഒറ്റയ്ക്ക് തന്നെ പോകണം. 1 ലക്ഷം രൂപയുടെ കളിയാണ് കളിക്കാൻ പോകുന്നത്. ലെവല് മാറുന്നു കുട്ടേട്ടാ. ലെവൽ 3. എന്തോ നടക്കുന്നത്? അല്ല, എനിക്കൊന്നും അറിയില്ല. പൊങ്ങിയില്ല. അല്ല, ഇത് തന്നെ പൊങ്ങി. അത് തന്നെ അല്ലേ? ഞാൻ മുകളിലെത്തിയില്ലോ. മോണിറ്റർ വിനയ്, അങ്ങോട്ട് നോക്കിയാലേ ഒരു സ്റ്റില്ല് കാണാം. കണ്ടോ? ചോദ്യം ഇതാണ്: ഏത് ജില്ലയിലാണ് ഈ ശില്പം സ്ഥാപിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ തിരുവനന്തപുരം, ഓപ്ഷൻ ബി കൊല്ലം, ഓപ്ഷൻ സി എറണാകുളം, ഓപ്ഷൻ ഡി ഇടുക്കി, ഓപ്ഷൻ ഇ ആലപ്പുഴ. തിരുവനന്തപുരം. ഓ, പൂട്ടോ? പൂട്ടിയിരിക്കുന്നു. തിരുവനന്തപുരത്ത് എവിടെയാ? തിരുവനന്തപുരത്ത് ഞാൻ കണ്ടിട്ടുണ്ടല്ലേ? ഓർമ്മ കിട്ടും. ശംഖുമുഖം എന്നൊരു സ്ഥലം അറിയാം അവിടെ? ശംഖുമുഖം അവിടെ കണ്ടിട്ടുണ്ടോ? ഇത് എയർപോർട്ടിന്റെ അത് എനിക്ക് തോന്നുന്നു ശംഖുമുഖത്ത് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. ശംഖുമുഖത്ത് പോയിട്ടുണ്ട്. ഞാൻ കൂട്ടുകാരുടെ ഒപ്പം പോയത്. തിരുവനന്തപുരമാണ് ശരി ഉത്തരം. 1 ലക്ഷം രൂപ. അപ്പൊ തിരുവനന്തപുരത്ത് പോയതിന്റെ ഗുണം ഉണ്ടായില്ലയോ? അന്ന് ആ ട്രെയിനിൽ ഉറങ്ങിപ്പോയതിന്റെ ഗുണം ഉണ്ടായില്ലയോ? അപ്പൊ അന്ന് ഉറങ്ങിയില്ലായിരുന്നെങ്കിൽ ഇവിടെ പോവുമായിരുന്നു കൂട്ടുകാരുടെ കൂടെ. ഇല്ല. അപ്പൊ ഇപ്പൊ ലക്ഷാധിപതി ആകുമായിരുന്നു. ഇതാണ് മോഹൻലാൽ പറയുന്നത്, സംഭവിച്ചതെല്ലാം നല്ലത്.